മിനിമാസ് വിളക്കിന്റെ അനുമതി നിഷേധിച്ചതിനെതിരെ ചിറങ്ങരയിൽ പ്രതിഷേധ ജാല സംഘടിപ്പിച്ചു. ചിറങ്ങരയിൽ നിന്നും തിരുമുടിക്കുന്നിലേക്കുള്ള പ്രവേശന കവാടത്തിൽ മിനിമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കുന്നതിൽ LDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയെടുത്ത നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതി തേടി സനീഷ് കുമാർ ജോസഫ് MLA കത്ത് നൽകിയെങ്കിലും മിനിമാസ്റ്റ് വിളക്കിന്റെ വൈദ്യുതി ചെലവും തുടർ പരിപാലനവും അമിത ബാധ്യത വരുത്തുമെന്നും തനത് ഫണ്ടിന്റെ അപര്യാപ്തത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുമാണ് പഞ്ചായത്തിന്റെ നിലപാട്. കൊരട്ടി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലുള്ള മിനിമാസ്റ്റ് അടക്കമുള്ള വഴിവിളക്കുകളുടെ വൈദ്യുതി ചെലവുകളും പരിപാലനവും കാര്യക്ഷമമായി നിർവഹിക്കുന്നുണ്ടെന്നും ഇനിയൊരു മിനിമാസ്റ്റ് വിളക്കിന്റെ ആവശ്യമില്ലെന്നുമാണ് ഭരണസമിതി തീരുമാനം. തിരുമുടിക്കുന്ന് ഗാന്ധിഗ്രാം ത്വക്കുരോഗാശുപത്രി, എടക്കുന്ന്, പാലിശ്ശേരി, പന്തക്കൽ, നാലുകെട്ട് തുടങ്ങിയ കിഴക്കൻ മേഖലകളിലേക്ക് നാഷണൽ ഹൈവേയിൽ നിന്നുള്ള പ്രവേശന കവാടമാണ് ചിറങ്ങര ജംഗ്ഷൻ എന്നും ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നതായും സമരക്കാർ ചൂണ്ടിക്കാട്ടി. പ്രധാന ജംഗ്ഷനുകൾ പ്രകാശപൂരിതമാക്കാൻ ഒപ്പം നിൽക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ സങ്കുചിതത്വം ഒഴിവാക്കണമെന്നും നാടിന്റെ വികസന പ്രക്രിയയിൽ കടമ നിർവഹിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗവും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ ലീല സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി വർഗീസ് പയനാടത്ത് അധ്യക്ഷനായി. ഗ്രേസിസ് കറിയ, പോൾസി ജിയോ, ബിജോയ് പെരേപാടൻ, വർഗീസ് പയ്യപ്പള്ളി, ചാക്കപ്പൻ പോൾ, വർഗീസ് തച്ചുപറമ്പൻ, ഫിൻസോ തങ്കച്ചൻ, മനേഷ് സെബാസ്റ്റ്യൻ, സിബി കൊടിയപ്പാടൻ, ഷോജി അഗസ്റ്റിൻ, CM ഡേവിസ്, സ്റ്റെല്ല വർഗീസ്, KK ജയൻ എന്നിവർ പ്രസംഗിച്ചു. അവരെ നമുക്ക് വിവരം അറിയിക്കേണ്ടതും അത് എന്തുകൊണ്ട് എന്ന് പുനഃപരിശോധിക്കട്ടെ എന്ന ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നമ്മൾ അന്നൊരു സമരം അവിടെ നടത്തിയത്. ശേഷം MP തന്നെ ഇടപെട്ട് NH-മായി ബന്ധപ്പെട്ട് അവിടെ മിനിമാസ്റ്റ് വെക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. പഞ്ചായത്ത് അതിന് നിരുത്തരവാദിത്തമായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. വീണ്ടും ഇത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ, ഇവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങളും നാട്ടുകാരും ഒക്കെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട MLA-ക്ക് ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുത്തുമ്പോൾ ജനങ്ങളുടെ ജനപക്ഷത്തിൽ നിന്ന് ചിന്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് അദ്ദേഹത്തിന്റെ ഫണ്ട് അനുവദിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതേ രീതിയിൽ NOC-ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചു. അതേ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ധാർഷ്ട്യമായ ജനങ്ങളോടുള്ള അവഹേളനം എന്ന് തന്നെ വേണം പറയാൻ. ഇത്തരത്തിലുള്ള ഈ മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ